Watch India's largest kids library only on Jio Hotstar. Download the app now. കൂട്ടുകാരെ, ഞാനും പത്ലവും കൂടി ചേർന്ന് PGN കൊറിയർ സർവീസ് തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രത്യേക പരിശീലനം നേടി ഈ പ്രാവുകളൊക്കെ നിങ്ങളുടെ വെയിറ്റ്ലെസ് ആയ സാധനങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും, അതും കൃത്യസമയത്ത്. താങ്ക് യു. ഇനി ഞാൻ നമ്മുടെ ധൈര്യശാലിയായ ചിങ്ങം സാറിന്റെ അടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ അഭ്യർത്ഥിക്കുകയാണ്. സാധാരണ നിങ്ങളുടെ എല്ലാ ഉദ്ഘാടന ചടങ്ങിലും ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ പ്രാവുകൾക്ക് വേണ്ടി ഞാൻ ഉദ്ഘാടനം നടത്തും. പാവം ഇവർ കാരണം യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ അമ്മോ, ഞാൻ ഈ മോട്ടു പത്ലുവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എപ്പോ വന്നാലും അത് മര്യാദയ്ക്ക് അവസാനിക്കില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എന്റെ ഡ്രസ്സ് ആകപ്പാടെ വൃത്തികേടായല്ലോ. മോട്ടു പത്ലു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഞങ്ങളിത് ഇപ്പൊ തന്നെ നിങ്ങളുടെ മകന്റെ അടുത്ത് എത്തിക്കാം. ഇന്ന പിടിച്ചോ ടിഫിൻ ബോക്സ്. അതാ പോകുന്നതാണ് ബസ്. വേഗം അതിൽ കൊണ്ടുപോയി കൊടുക്ക്. പോ. എന്റെ ടിഫിൻ ഇപ്പൊ എത്തിയേ. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങളുടെ കൊറിയർ സർവീസ് യഥാർത്ഥത്തിൽ വളരെ നന്നായിരിക്കുന്നു. ഇന്നാണ് ഞങ്ങളുടെ കൊറിയർ സർവീസ് തുടങ്ങിയത്. നിങ്ങൾ സ്ത്രീകളെല്ലാരും കൂടി ഒന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ദിവസവും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാം. എന്ത് പറയുന്നു? അതെ, എനിക്കും അയക്കണം. ഞാനും തയ്യാറാണ്. ഇതാ പത്ലു, അഡ്വാൻസ് വാങ്ങിക്കോളൂ. ശരി. നാളെ മുതൽ സമയത്തിന് നിങ്ങൾ ടിഫിൻ ബോക്സ് കൊണ്ടുവന്ന് തന്നേക്കൂ. ഓക്കെ? നമ്മുടെ കൊറിയർ സർവീസിന്റെ ആദ്യ ദിവസം തന്നെ നമുക്ക് ഇത്രയും ഓർഡർ കിട്ടിയല്ലോ അല്ലേ? തീർച്ചയായും നിങ്ങളുടെ അഡ്രസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്തിന് മുമ്പ് നിങ്ങളുടെ കൊറിയർ അവിടെ എത്തിയിരിക്കും. ഉറപ്പാണ്. നിങ്ങളാണോ ഈ മോട്ടു പത്ലു? അതെ സാറേ, അതെ, ഞാൻ മോട്ടു, ഇത് പത്ലു. പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താണ് കൊറിയർ ചെയ്യേണ്ടത്? ഞാൻ ഒരു രത്ന വ്യാപാരിയാണ്. നഗറിൽ നിന്ന് കമാൽപൂരിലേക്ക് രത്നങ്ങൾ അയക്കും. പക്ഷെ വഴിയിൽ എന്റെ രത്നങ്ങൾ കളവ് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം നഷ്ടവും വരാറുണ്ട്. നിങ്ങളുടെ കൊറിയർ സർവീസിനെ പറ്റി ഞാൻ ഒത്തിരി അധികം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാവുകൾ ഉപയോഗിച്ച് എന്റെ രത്നങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ പറ്റുമോ? പിന്നെ പ്രാവുകൾ രത്നങ്ങൾ കൊണ്ടുപോകുന്നുള്ള സംശയവും ആർക്കും അത്ര അങ്ങോട്ട് വരില്ല. ശരിയല്ലേ സാറേ? പിന്നെ ഞങ്ങള് പൊതുവായിട്ട് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാറില്ല. പക്ഷെ നിങ്ങളുടെ ബുദ്ധിമുട്ട് കാണുമ്പോ ഞങ്ങൾ അത് ചെയ്തോളാം. മോട്ടു പത്ലുവിന്റെ സ്പെഷ്യൽ കൊറിയർ സർവീസ് ഒരു ദിവസം കൊണ്ട് തന്നെ എത്ര കച്ചവടം പൊടിപൊടിക്കുന്നു. ഇവന്മാരുടെ ബിസിനസ് ഞാൻ തകർത്ത് തൂത്തുവാരും. ഇവന്മാരെ രണ്ടുപേരെ ഇനി കുഴപ്പത്തിലാക്കിയിട്ടുള്ളൂ. ബാക്കി പരിപാടി കാണിക്കാം. മിണ്ടാതെ നിന്നാണോ ഇടിച്ചതിന്റെ പരിപ്പ് ഞാൻ ഇളക്കാം. പ്രാവുകൾക്ക് നമ്മൾ പറയുന്ന ഭാഷയൊക്കെ നന്നായിട്ട് അറിയാമെന്നേ. അതുകൊണ്ടല്ലേ മോട്ടു പറയുന്നത് അനുസരിക്കുന്നത്. ആ പ്രാവുകൾക്ക് കൊടുക്കണം നല്ല പണി. ഞാൻ പറയുന്നത് അതുങ്ങളെയൊക്കെ ഞാൻ അനുസരിപ്പിക്കാം. ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ വരുന്നുണ്ടടാ. ബോസ് എത്തിപ്പോയി. ഹലോ, കടന്നു വരൂ. മോട്ടുവിന്റെ പത്ലുവിന്റെ കൊറിയർ സർവീസിന്റെ റെസ്റ്റ് പോയിന്റ് ഇതാ ഇവിടെയാണ്. എല്ലാവരും വന്ന് റെസ്റ്റ് എടുത്ത് ധാന്യങ്ങളൊക്കെ കഴിച്ച് പതുക്കെ പോയാ മതി. എല്ലാരും ധാന്യം കഴിച്ച് അതിനുശേഷം വെള്ളം കുടിച്ചിട്ട് പോകാം. ബോസ് നമുക്ക് വേണ്ടി ധാന്യം കൊടുത്തു വെച്ചിരിക്കുന്നു. വരൂ, വേഗം വരൂ.
10 മിനിറ്റും നല്ലൊരു പണി കൊടുത്തു. ഇനി അവർക്ക് ഈ ബിസിനസ് തുടരാൻ സാധിക്കില്ല. അടിക്കണം അവരെ. വേഗം വരൂ. വെറുതെ വിടാൻ പറ്റില്ല. വാ വേഗം വാ. അടിക്കവനെ അടി. വെറുതെ വിടരുത്. എടാ, നിൽക്കണ അവിടെ. അത് എന്റെ രത്നങ്ങള് കമാൽപൂർ ഇതുവരെ എത്തിയില്ല. രത്നങ്ങളുടെ സ്ഥാനത്ത് ചെറിയ ചെറിയ കല്ലുകളായിരുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരെ വിശ്വസിച്ചു. എന്നിട്ട് നിങ്ങൾ തന്നെ എന്റെ രത്നങ്ങൾ മോഷ്ടിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ രണ്ടിനെ അവരെ വെറുതെ വിടരുത്. നിൽക്കണ അവിടെ. നിൽക്കാനാ പറഞ്ഞത്. എടാ, പറ്റിക്കാൻ നോക്കൂ. അടിക്കവരെ. ഓടിക്ക്, പിടിക്ക്. നിക്ക് നിങ്ങളൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? അങ്ങനെയാണോ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ? അപ്പൊ ഞങ്ങളുടെ കുട്ടികൾ നുണ പറയുന്നതാണോ? നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല മോട്ടു പത്ലു. നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടില്ല. വലിയേട്ടാ, ഞങ്ങളുടെ കൊറിയർ സർവീസിന് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താന്നറിയില്ല, പെട്ടെന്ന് എല്ലാം തകടം പറഞ്ഞു പോയി. ഡോക്ടർ ജഡ്ക, ഞങ്ങളുടെ പ്രാവുകള് ഡയമണ്ടും ടിഫിൻ ബോക്സ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ടാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാന്നറിയില്ല ഇപ്പൊ എങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓ എന്റെ ചങ്കുകളെ, എന്റെ ബുറകളെ, നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ. ആദ്യം ഇതൊക്കെ ആരാ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. എന്നിട്ട് അവനെ ഒരു പാഠം പഠിപ്പിച്ചേ തീരൂ. ഈ ഡയമണ്ടിന്റെ കിഴി വളരെ സൂക്ഷിച്ച് വേണം കൊണ്ടുപോവാൻ. ഇതില് കോടിക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആണ്. അത് കണ്ടില്ലേ, ജോൺ ദ ഡോൺ. എന്താ ഇത്? ഭക്ഷണത്തിന് പകരം ടിഫിൻ ബോക്സിലും മണ്ണ. ഇട വഞ്ചനമുള്ള പൊതി കൊണ്ട് തന്നേ. ഇട വേഗം കൊണ്ട് തരാൻ. ബോസ് ഇതിന് ആദ്യമേ തന്നെ കല്ലുകളാണല്ലോ. ബോസിന്റെ ഐഡിയ മോട്ടും പത്ലുവിനും മനസ്സിലായെന്നാ തോന്നുന്നത്. ലെവന്മാർ അറിഞ്ഞത് വെച്ച എന്ത് ചുക്കു ചെയ്യാന്. എന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബോട്ട് മിനിറ്റും 10 മിനിറ്റും നല്ല പണി കൊടുക്കണം. അതെന്തായാലും ഞാനിപ്പോ കൊടുത്തു കഴിഞ്ഞു. ഈ ജോൺ ഒരിക്കലും നന്നാവൂന്ന് തോന്നുന്നില്ല. അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചാലേ ശരിയാവൂ. എന്റെ മോട്ടു നീ എങ്ങോട്ടാ പോകുന്നത്? അവനുള്ള മറുപടി എന്തായാലും നമുക്ക് കല്ലുകൊണ്ട് തന്നെ തിരിച്ചടിക്കാം. എന്റെ പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ. അതുകൊണ്ട് നീ തന്നെ എന്തെങ്കിലും പറ. ഇതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഐഡിയ. ഡോക്ടർ ജഡ്ക, നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ വലിയൊരു PGN ഉണ്ടാക്ക്. ഓയ് ഗസീട്ടറാം, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഞാനൊരു കാര്യം കേട്ടു. മോട്ടുവും പത്തിലും വലിയ പ്രാവുകളെ കൊണ്ടുവന്നെന്ന്. അവര് ട്രെയിൻഡും ബുദ്ധിശാലികളുമാണ് ഗസീട്ട. അതേന്ന്. ബോസ്, ആ മോട്ടും പത്തിലും ബിഗ് PGN കൊറിയർ സർവീസ് തുടങ്ങിയെന്നാ കേൾക്കുന്നത്. ചെറിയ പ്രാവുകൾക്ക് പകരം ഇനി വലിയ പ്രാവുകളാത്രേ ഉപയോഗിക്കാൻ പോകുന്നത്. പ്രാവുകൾ വരുന്നുണ്ട്. വലിയ വലിയ പ്രാവുകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ലഗേജ് തൂക്കിക്കൊണ്ട വരവ്. പാട് മക്കളെ, കടന്നു വരൂ, കടന്നു വരൂ. വേണ്ട, എന്നെ കൊണ്ടുപോകരുത്. നമ്പർ 1 നമ്പർ 2 കാലം. എന്റെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. പിന്നെന്താ?
മോട്ടു പത്രു നിങ്ങളായിരുന്നു എന്നോട് ക്ഷമിക്കൂ. ക്ഷമിച്ചെന്ന് പറയൂ, ഞാൻ നിങ്ങളുടെ സാധനങ്ങളെല്ലാം തിരിച്ചു തന്നേക്കാം. ശരി, ഞങ്ങൾ ക്ഷമിച്ചോളാം. നീ ടയേർഡായി ഇരിക്കുകയാണ്, അതുകൊണ്ട് നീ പോയി ഒന്ന് റെസ്റ്റ് എടുക്ക. ഏയ്, 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 എന്റെ അമ്മോ. എന്റെ അമ്മോ ജോൺ, നീ എങ്ങനെ ലോക്കപ്പിനകത്ത് കയറിയത്? ഇന്ത്യ നിയമമാണ് സത്യം. ഇപ്പൊ പറ, വേഗം പറ. ഞാൻ മോട്ടു പത്രു കൊറിയർ സർവീസ് വഴി വന്നതാ സാറേ. എന്നെ കുറച്ചു നാൾ ഇവിടെ ഒന്ന് തങ്ങാൻ സമ്മതിക്കട്ടെ ചിങ്കം സാറേ. ഇല്ലെന്ന് പറയരുത് പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.